നമസ്കാരം, ജഗനാണ്. ഇൻ കേരളയുടെ നമ്മുടെ കാശി സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും ഈ കാശി എന്നുള്ളത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊന്നാണ്. എനിക്ക് അവിടെ പോകാനുള്ള ഭാഗ്യം ഒരുപക്ഷെ അനുഗ്രഹമെന്ന് വേണമെങ്കിലും പറയാം. അത് കിട്ടിയത് ഒരുപക്ഷെ അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയത് ഈ കുംഭമേള നടക്കുന്ന ഒരു ഇവൻറ്റിലാണ്. ഏകദേശം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം മുതലാണ് അത്തരത്തിലൊരു ആഗ്രഹം എനിക്ക് വരുന്നത്. കാശി പോകണം, അവിടുത്തെ ഘാട്ടുകളിലൊന്ന് ഇരിക്കണം, ഗംഗ ആരതി കാണണം എന്നിങ്ങനെയുള്ള ആഗ്രഹം. പക്ഷേ അത് നടത്തിയെടുക്കാൻ പറ്റുമോ എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം ഞാൻ പോകാൻ തീരുമാനിക്കുന്നത് തന്നെ നമ്മുടെ കുംഭമേള ഇവൻറ്റ് നടക്കുന്ന ഒരു സമയത്തായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പല വഴികളും നോക്കി അന്ന് ആ ഒരു ടൈമിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട്, അതായത് ട്രെയിൻ മുഖേനയാണെങ്കിലും ഈവൻ ഫ്ലൈറ്റ് ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല വലിയ രീതിയിൽ പൈസ കൊടുത്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. 50,000-60,000 രൂപ കൊടുത്ത് കാശിക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് ഫിനാൻഷ്യലി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായി എനിക്ക് തോന്നിയില്ല. എന്നിരുന്നാലും അത് ഉപേക്ഷിക്കാനും തയ്യാറായിരുന്നില്ല. ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ട്രെയിൻ മുഖേന തന്നെ പോകാം, വേറെ ഓപ്ഷൻ നമുക്കില്ല. ബസ് മുഖേന പോകാം, പക്ഷേ അത് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ കാശിയിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം ഭയങ്കരമായി തന്നെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറയുന്നുണ്ടായിരുന്നു, അതായത് ഒരു ട്രെയിനുണ്ട്, വെയിറ്റിംഗ് ലിസ്റ്റ് 2-ലാണ്, ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലാണ്. പക്ഷേ അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം ഇത്രയും ആളുകൾ പോകാനായിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്നു, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നിൽക്കുന്നു, എങ്ങും ടിക്കറ്റുകൾ കിട്ടാനില്ല. അപ്പോൾ എനിക്ക് കിട്ടുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു യാത്രയെ ഞാനൊരു അനുഗ്രഹമായിട്ട് ആണ് കാണുന്നത്. അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു കാര്യം, ഒരിക്കലും സ്പിരിച്വലി ആയിരിക്കില്ല ഞാൻ കാശി യാത്രയെ പറ്റി സംസാരിക്കുന്നത്. എൻ്റെ കുറച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കാം എന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണിത്. മാത്രമല്ല കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് കാശി യാത്രയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കരുതണം, ഏത് യാത്രാ മുഖേന അവിടേക്ക് എത്തണം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഈ ഒരു സീരീസിൽ പറയുന്നുണ്ടാവുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ശരിക്കും ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ടിക്കറ്റ് കിട്ടാതിരിക്കുകയും പിന്നീട് ഒരുപക്ഷെ അനുഗ്രഹം എന്നതുകൊണ്ടോ ഭാഗ്യം എന്നതുകൊണ്ടോ ആയിരിക്കാം ആ ഒരു സമയമായപ്പോൾ എനിക്ക് ടിക്കറ്റ് കൺഫേമായി. എനിക്ക് കാശിക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടി. പണ്ടുള്ളവർ, പഴമക്കാർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് കാശി അനുവദിച്ചാൽ മാത്രമേ, അവിടെ നിന്ന് ക്ഷണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളത്. ആദ്യമൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. കാരണം പൈസ ഉണ്ടെങ്കിൽ, ആരോഗ്യം മെച്ചപ്പെട്ടതാണെങ്കിൽ ആർക്കും കാശിയിൽ പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ ഒരു യാത്ര എന്നെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. ഞാൻ ആഗ്രഹിച്ച പോലുള്ള കാര്യങ്ങൾ, ഞാൻ അവിടെ കാണാൻ ആഗ്രഹിച്ച പല കാര്യങ്ങൾ എനിക്ക് ഈ യാത്രയിലൂടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങളൊന്നും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നില്ല. അടുത്ത വീഡിയോ മുതൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുകൂടാതെ കാശിയിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിലൂടെ, ഈ ഒരു സീരീസിലൂടെ പറയുന്നത്. ശരിക്കും ഒരാഴ്ചയായിരുന്നു എൻ്റെ ഈ കാശി യാത്ര എന്നുള്ളത്. അതായത് 3 ദിവസം കാശിയിലും ബാക്കിയുള്ള ദിവസങ്ങൾ ട്രെയിനിലും ബസ്സിലും ഒക്കെ ആയിട്ടായിരുന്നു ഈ യാത്ര എനിക്ക് കിട്ടിയത്. നല്ലതും മോശവുമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് കാശി സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതെല്ലാം എന്നെ നല്ലൊരു വ്യക്തിയായി മാറ്റുന്നതിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതങ്ങൾ, മറ്റൊരു കൾച്ചർ, ഈവൻ നമ്മൾ ഇന്ത്യൻസ് ആണെങ്കിൽ പോലും ഇനിയും പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിലുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തന്നത് അത്തരത്തിലുള്ള ഒരു യാത്ര തന്നെയാണ്. ഈ യാത്രയിലുടനീളം ഒത്തിരി പേരെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. ഫോറിനേഴ്സ് ആണെങ്കിലും, നമ്മുടെ ഇന്ത്യയിലുള്ള കർണാടകയാണെങ്കിലും, ജബൽപൂരോ അല്ലെങ്കിൽ നാഗ്പൂരോ ഈവൻ വാരണാസിലുള്ള ഒത്തിരി പേരെ പരിചയപ്പെടാനും അവരുടേതായ ചിന്താഗതി, പേഴ്സ്പെക്റ്റീവ്സ്, അവരുടേതായ അനുഭവങ്ങൾ, കാശിയെക്കുറിച്ചുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഈ യാത്ര എന്നെ സഹായിച്ചു. എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ഈ വീഡിയോ ആരൊക്കെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് യാത്രകൾ ചെയ്ത ഒരാളല്ല ഞാൻ. പക്ഷേ യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് യാത്രകൾ ഞാൻ ചെയ്തിരുന്നില്ല. കൂടുതലും യാത്രകൾ ഒരുപക്ഷെ സുഹൃത്തുക്കളുമായിട്ടായിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ റിലേറ്റീവ്സ് എന്ന രീതിയിൽ കുറച്ച് യാത്രകൾ ഞാൻ ചെയ്തിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ദീർഘദൂര യാത്ര ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ
ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരു ബിഗിനർ എന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത്തരത്തിൽ എൻ്റെ മണ്ടത്തരങ്ങൾ കൊണ്ട് എത്തിച്ച യാത്രാ അനുഭവങ്ങളെ പറ്റിയിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇനി വരുന്ന എപ്പിസോഡുകളിൽ അത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, അതായത് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഹോം സ്റ്റേ ഹോട്ടലുകൾ തിരഞ്ഞെടുക്കാനും, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് വിധേന, അതായത് യാത്രാ രീതി, അതായത് ട്രെയിൻ ആണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും ബസ്സാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ ഏത് രീതിയിൽ അവിടെ എത്തിച്ചേരാം എന്നുള്ള കാര്യങ്ങളും അതിലുപരി കൂടുതലായും എൻ്റെ അനുഭവങ്ങളുമായിരിക്കും ഞാൻ ഈ സീരീസിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ.